നമസ്കാരം. പത്തനംതിട്ട ജില്ലയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ 13 വയസ്സുകാരി പീഡനത്തിനിരയായെന്ന വാർത്ത നമ്മൾ കേട്ടത്. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 13 വയസ്സുകാരിയുടെ പീഡന പരാതി വെറും പച്ചക്കള്ളമെന്ന് തെളിയുകയാണ്. സഹപാഠികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തന്നെ ക്രൂരമായി പീഡിപ്പിച്ചെന്ന 9ാം ക്ലാസ്സുകാരുടെ ആക്ഷേപമാണ് ഇപ്പോൾ വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയെ വിശദമായ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പരാതിയിലും പെൺകുട്ടി നൽകിയ രഹസ്യമൊഴിയിലും പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് വ്യക്തമായത്. തനിക്കുണ്ടായ പ്രണയ നൈരാശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ സഹപാഠികളോടുള്ള പക തീർക്കുന്നതിനാണ് ഇത്തരമൊരു കടുത്ത വ്യാജ കഥ മെനഞ്ഞതെന്ന് പെൺകുട്ടി തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. കൂടാതെ കുട്ടിക്ക് നേരെ ശാരീരികമായ മർദ്ദനമേറ്റതായി പറയുന്ന കാര്യങ്ങളിലും യാതൊരുവിധ തെളിവുകളുമില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലുള്ള പെൺകുട്ടിയുടെ മൊഴി പോലീസ് വീണ്ടും വിശദമായി രേഖപ്പെടുത്തും. വ്യക്തിപരമായ വിരോധം തീർക്കാൻ സഹപാഠികൾക്കെതിരെ ഇത്രയും വലിയൊരു കെണി വെച്ചതാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സ്കൂളിൽ വെച്ച് സാധാരണ രീതിയിൽ നടന്ന കൗൺസിലിംഗിനിടെയാണ് 13കാരി താൻ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി സ്കൂൾ അധികൃതരോട് വെളിപ്പെടുത്തിയത്. ഇത് കേട്ട് ഞെട്ടിയ സ്കൂൾ അധികൃതർ ഒട്ടും സമയം കളയാതെ വിവരം പോലീസിലും ശിശുക്ഷേമ സമിതിയിലും അറിയിക്കുകയായിരുന്നു. സ്കൂളിന് സമീപത്ത് വെച്ചും പ്രതിപട്ടികയിലുമുള്ള മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും സഹപാഠികൾ തന്നെ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു പെൺകുട്ടി ഉന്നയിച്ച ഗുരുതരമായ ആരോപണം. ഇതേ തുടർന്ന് ഉണർന്നു പ്രവർത്തിച്ച കൂടൽ പോലീസ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ 2 FIRകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സ്വമേധയാ കേസെടുത്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത 8 പേർ പ്രതിപട്ടികയിലുണ്ടെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തുവന്നത്. ഇതിൽ 6 പേരെ പോലീസ് കൃത്യമായി തിരിച്ചറിയുകയും ചെയ്തു. ഇരയായ പെൺകുട്ടി പഠിക്കുന്ന അതേ സ്കൂളിലെ വിദ്യാർത്ഥികളായ സഹപാഠികളാണ് കേസിൽ പ്രതികളായി നിഴലിൽ നിന്നിരുന്നത്. പ്രതികൾ ഒരു പെൺകുട്ടിയും ഉൾപ്പെട്ടിരുന്നു എന്നത് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. എന്നാൽ നാടിനെയാകെ നാണം കെടുത്തിയ പീഡന വെളിപ്പെടുത്തൽ വെറും കള്ളക്കഥയാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടിലൂടെ ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുകയാണ്. പ്രണയപ്പകയിൽ വിദ്യാർത്ഥികളെയും സ്കൂളിനെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കിയ സംഭവത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം.